ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. ഫലൂദ കാച്ചിയത് അല്ലെങ്കിൽ ഗോതമ്പ് കാച്ചിയത് എന്ന് പറയും. ഗോതമ്പ് പൊടി വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ആശീർവാദിൻ്റെ പാക്കറ്റ് പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം വീട്ടിൽ നമ്മുടെ മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ അരച്ചിട്ട് എടുത്താലും മതിയിട്ട്, അതൊന്നുകൂടി ടേസ്റ്റിയാണ്. പണ്ടുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/3 കപ്പ് അളവിൽ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്, ഒട്ടും തന്നെ കട്ടയില്ലാതെ. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ, അതായത് ഒരു പാക്കറ്റ് പാൽ മൊത്തത്തിലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ പീസ് അളവിൽ പട്ട, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ കൂടരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ആകപ്പാടെ മാറിപ്പോവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്, അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഏലക്കയാണെങ്കിൽ ഒരു 2-3 ഏലക്കായ കുത്തിയിട്ടങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുക കേട്ടോ. പാലൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ, മൊത്തത്തിൽ തിളക്കേണ്ട. പിന്നെ അതിലേക്ക് നമുക്ക് വേറെ ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ഞാൻ പട്ടയുടെ കാര്യമൊന്നും എടുത്ത് പറയുകയാണ്, അത് കൂടിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ആകപ്പാടെ മാറിപ്പോൾ ഒരു പേരിന് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങ് എടുത്ത് മാറ്റുകയും ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് നമ്മുടെ പാലിത് നന്നായിട്ട് ചൂടായി ഏകദേശം ഒരു പൊങ്ങാനാകുന്നൊരു സ്റ്റേജില്ലേ, അത്ര കഴിഞ്ഞാൽ ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ച് വെക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഗോതമ്പ് മിക്സില്ലേ, അത് പതുക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ഇതുപോലെ. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. ഒന്ന് നന്നായിട്ട് ഈ ഒരു ഗോതമ്പ് വെന്ത് വരേണ്ട സമയം ഏകദേശം ഒരു 5 മിനിറ്റ് നേരം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ആ ഒരു സമയത്ത് മാത്രമേ കറക്റ്റ് ഫലൂദ കാച്ചിയതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അല്ലാതെ നിങ്ങൾ ഫ്ലെയിം അവിടെ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തിളപ്പിച്ച് ഫ്ലെയിം ഓഫായി കഴിഞ്ഞാൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് തന്നെ മുന്നിൽ നിൽക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. സമയം എടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഗോതമ്പ് വെന്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ പാല് ചൂടായതിന് ശേഷം തന്നെ ഈ ഒരു ഗോതമ്പ് മിക്സ് ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. മാക്സിമം ഒരു 5-6 മിനിറ്റ് എന്തായാലും ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ ഏകദേശം ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ട് ഫ്ലെയിം കുറച്ച് തിളപ്പിക്കുക. പിന്നെ ഒരു 2-3 മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ച് തിളപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കട്ടയൊന്നും പിടിക്കില്ല കേട്ടോ നമ്മുടെ ഗോതമ്പ് പൊടി. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തിളച്ച് സെറ്റായ കണ്ടില്ലേ. അപ്പോൾ ഗോതമ്പ് പൊടി ഒന്ന് വെന്ത് സെറ്റാകുമ്പോൾ തന്നെ കുറച്ചൊന്ന് കുറുകി വരും കേട്ടോ നമ്മുടെ ഡ്രിങ്ക്, അതായത് ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 2 കപ്പ് പാലിലേക്ക് നമുക്ക്, അതായത് 1 ലിറ്റർ പാലിലേക്ക് ഈ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി തന്നെ ധാരാളമാണ് കേട്ടോ, എക്സ്ട്രാ ഇടൊന്നും വേണ്ടേ. അങ്ങനെ നമ്മുടെ ഫലൂദ കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ ഞാൻ ഇതിലേക്ക് കുറച്ചൊന്ന് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിക്കായിട്ട്. പിന്നെ 1-2 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക, ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ചെറിയ രീതിക്ക് ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ഇതിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നമ്മൾ തരി കാച്ചിയതൊക്കെ ചെയ്യുന്നില്ല, അതേ രീതിയിൽ തന്നെ ഇതുപോലെ കാച്ചി ഒഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ തന്നെ കുടിക്കാൻ പറ്റും. പക്ഷേ ഇതും കൂടി ഉണ്ടെങ്കിലാണ് എനിക്കൊരു എക്സ്ട്രാ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു ഉണക്കമുന്തിരി വേണമെന്നുണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അത് എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് ഇടുന്നില്ല. എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിത് നമ്മുടെ ഫലൂദ കാച്ചിയത് ഒരു ബൗളിലേക്ക് ചൂടാറാൻ വേണ്ടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫലൂദ കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. ഒരു ഇളം ചൂട്ടിൽ കുടിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. തണുപ്പിച്ച് കുടിക്കുന്നതിലും പിന്നെ തണുപ്പിച്ച് ഇഷ്ടമാണെങ്കിൽ കുടിക്കുക, പക്ഷേ ശരിക്കും ഫലൂദ കാച്ചിയത് ചൂടോടെ കുടിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മൈദ കൊണ്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറേ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.